ഞാനിപ്പോ നിൽക്കുന്നത് ആയാപറമ്പ് പാണ്ടി ചെക്കിനിക്കാട് ആ സ്ഥലത്താണ്, ആലപ്പുഴ ജില്ലയിലാണ്. ഇവിടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് കുറച്ച് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്. അതായത് ഒരു കടത്തിനെ ആശ്രയിച്ചാണ് പെരുമഴയത്തും വെയിലത്തും ഒക്കെ ഇവർ സ്കൂളിലേക്ക് പോകുന്നത്. ഒരു പാലം അത് കുറെ നാളുകളായി ഇവിടുത്തുകാരുടെ ആവശ്യമാണ്. കാരണം അവരുടെ മക്കളുടെ ജീവൻ ഏത് നിമിഷവും അപകടത്തിൽപ്പെടാം എന്നുള്ളതാണ് അവസ്ഥ. എന്തായാലും ഇവിടുത്തെ മെമ്പർ ഉൾപ്പെടെയുള്ളവർ നമുക്കൊപ്പം ഉണ്ട്. കുഞ്ഞുമക്കൾ ഈ കടത്തിലാണ് വരുന്നത്, നമുക്കത് കാണാൻ സാധിക്കും. കുറെ നാളത്തെ ഒരു ആവശ്യമില്ല ഇവിടെ ഒരു പാലം വരണം എന്നുള്ളത്. ഇവിടുത്തെ MLA രമേശ് ചെന്നിത്തലയാണ്. ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിച്ചിട്ട് എന്തുകൊണ്ടാണ് ഇത്രയും നാളായിട്ട് ഈ കുഞ്ഞുങ്ങളൊക്കെ അവരുടെ ജീവൻ, കാരണം ഒരുപാട് കുട്ടികൾ ഒരുമിച്ചാണ് വരുന്നത്, അപ്പോ അവരുടെ ജീവനും അപകടത്തിലാണ്. എന്താണ് ഇതിനൊരു ശാശ്വത പരിഹാരം ഇതുവരെ ഉണ്ടാവാത്തത്? നമ്മളിത് MLAക്ക് അറിയാവുന്നതാണ്. നമ്മുടെ ഇവിടുത്തെ കുഞ്ഞുങ്ങൾ പോകുന്നതാണ്, ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞുങ്ങൾക്ക് ഒന്നും നമ്മൾ PWD കടത്തിയില്ലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അതിനുവേണ്ടി റെസൊല്യൂഷൻ പാസ്സാക്കി കൊടുത്തിട്ടുണ്ട് നമ്മൾ. ഇപ്പം എന്നാലും നമുക്കൊരു അതിൽ നിന്ന് ഏറ്റവും നല്ലതാണ് ഇവിടെയുള്ള കാർഷിക മേഖലയാണിത്. ഇവിടേക്കൊക്കെ ആൾക്കാർക്ക് വരണമെങ്കിലൊക്കെ തന്നെ ബുദ്ധിമുട്ടാണ്. ജോലിക്കും കാര്യങ്ങൾക്കുമായിട്ട് വരുന്ന കുട്ടികൾ മാത്രമല്ല, ഇവിടെയുള്ള ആൾക്കാരുടെ എല്ലാം ഒരു യാത്ര തന്നെ ഈ വശത്തേക്കാണ്. അപ്പൊ അതിന് നമുക്ക് ബദലായിട്ടൊരു സംവിധാനം, ഒരു പാലം തന്നെയാണ്. അതിന് വേണ്ട നടപടികൾ നമുക്ക് എടുത്തേ മതിയാവൂ. ശരിയാ, നമ്മൾ വർഷങ്ങളായി ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട് തന്നെ. നല്ല മഴയുണ്ട്. കണ്ട ഈ മഴയത്ത് തന്നെയാണ് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവുകയും വരികയും ചെയ്യുന്നത്. അപ്പം വീട്ടിലിരിക്കുന്ന മാതാപിതാക്കന്മാർക്കൊരു ഇതുണ്ട്, എന്റെ ദൈവം എന്റെ കുഞ്ഞുങ്ങൾ ഏത് സമയത്ത് എത്തുമെന്ന്. ഈ ഒരു അന്തരീക്ഷം കാണുമ്പോൾ തന്നെ മാതാപിതാക്കന്മാരുടെ മനസ്സിലൊരു വേദനയാണ്. എങ്ങനെ എത്തുക, ഈ ഒരു കടത്തിൽ ഇറങ്ങുന്നിടം വരെ കുഞ്ഞുങ്ങളെ കുറിച്ച് ഒരു ആവലാതിയാണ് ആ മാതാപിതാക്കന്മാർ. അതൊരിക്കലും ഞാനും ഒരു അമ്മയാണ്, എനിക്കും ഉണ്ട് 3 മക്കൾ. അപ്പൊ എനിക്കറിയാം ആ അമ്മമാരുടെയും മാതാപിതാക്കന്മാരുടെ വേദന. അപ്പൊ ഇതിന് എന്തായാലും ഒരു ശാശ്വത പരിഹാരം കണ്ടേ നമുക്ക് പറ്റൂ. നമുക്ക് അത്യാവശ്യം ഇപ്പം നമ്മുടെ ഈ ചെക്കിടിക്കാട് വെട്ടികുളഞ്ഞി ചെക്കിടിക്കാട് റോഡും അതിനോട് അനുബന്ധിച്ചൊരു പാലവും നമുക്ക് അത്യാവശ്യമാണ്. ഈ കുഞ്ഞുങ്ങൾക്ക് നടന്നു അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ധൈര്യമില്ല. ഈ കടത്തിലൊക്കെ വരാൻ ധൈര്യം ഉണ്ടല്ലോ, പേടിയുണ്ടോ? പേടിയുണ്ട്. ചില നല്ല മഴയുള്ള സമയത്ത് ഭയങ്കര പേടിയാണ്. വെള്ളം ഭയങ്കരമായിട്ട് ആൾക്കാർ കൂടുതലാകുമ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ ചെല്ലുമ്പോൾ താമസിക്കും. ടീച്ചർമാർ അതിന് വഴക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ടീച്ചർമാർക്ക് ഞങ്ങളുടെ അവസ്ഥ മനസ്സിലായ കാരണം ടീച്ചർമാർ ഇപ്പൊ അത്ര വഴക്കും ഒന്നും ഞങ്ങളോട് പറയുന്നില്ല. നിങ്ങൾക്ക് ഭയമുണ്ട് ഇതിൽ കയറുമ്പോ? ഉണ്ട്. നിങ്ങളൊക്കെ പൈസ കൊടുത്തിട്ടാണോ ഇത്? നിങ്ങളുടെ വീട്ടിൽ നിന്നും കൂടെ ഒക്കെ പൈസ കൊടുത്തിട്ടാണോ? പിള്ളേരും കൂടെ പിരിച്ചിട്ടാണ് ഈ കടത്തുകാരന് പൈസ കൊടുക്കുന്നത്? പിള്ളേരും കൂടെ പിരിച്ചിട്ടാണ് കടത്തുകാർക്ക് പൈസ കൊടുക്കുന്നത്. എന്താ പറയാനുള്ളത് ഇതിന്റെ അധികൃതരോട്? ഒരുപാട് പറഞ്ഞിട്ടുണ്ടാവും നിങ്ങളൊക്കെ. അതെ, കുറെ നാളായി ഞങ്ങൾ പറയുകയാണ് ഈ കടത്തിന്റെ കാര്യം, കുറെ വർഷങ്ങളായി, എന്നിട്ടും ഒരു നടപടിയും ഇല്ല. ഇപ്പൊ ഈ സുരേഷ് ഗോപിയൊക്കെ ഒരുപാട് പേർക്ക് സഹായങ്ങള്, പ്രത്യേകിച്ച് കുട്ടികളുടെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സ്നേഹവും വാത്സല്യവും ഒക്കെ കൂടുതലാണ്. അദ്ദേഹത്തോട് ഒരു സഹായം അഭ്യർത്ഥിക്കാൻ തോന്നുന്നുണ്ടോ ഈ സമയത്ത്? എല്ലാരോടും സഹായം അഭ്യർത്ഥിക്കാൻ തോന്നുന്നുണ്ട് ഈ അവസരത്തിൽ. കാരണം ഒത്തിരി ബുദ്ധിമുട്ടാണ് ഈ വഴിയിൽ അങ്ങനെ അങ്ങോട്ട് പോവുകയും, ഈ വഴിയാണേലും നല്ല മോശമാണ്. ശരി, താങ്ക് യു മോളെ. നല്ല മഴയാണ്, ഓടി വീട്ടിൽ പൊക്കോ. എന്തായാലും ഇതാണ് ഇവിടത്തെ അവസ്ഥ എന്ന് പറയുന്നത്. മെമ്പറെ ഞാനൊന്ന് കൂടെ കേൾക്കട്ടെ. അതാണ് ഈ കടത്തുകാരൻ ചേട്ടൻ 13,000 രൂപയാണ് ഈ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കുന്നതിന് കൊടുക്കുന്നത്. അത് 5,000 രൂപ പഞ്ചായത്ത് വക, 5,000 രൂപ MLA ഫണ്ടിൽ നിന്ന്, ബാക്കി 3,000 രൂപ ഈ കുട്ടികൾ പിരിച്ചു കൊടുക്കുന്ന പണമാണ് ഈ കടത്തുകാരന് കൊടുക്കുന്നത്. ഒരു മാസം 13,000 രൂപയാണ് കൊടുക്കുന്നത്. ഒരുപാട് നാളത്തെ ഇവരുടെ ആവശ്യമാണ് ഈ ഒരു ഇവിടെ ഒരു പാലം കൊണ്ടുവരണം എന്നുള്ളത്. ഒരുപാട് നാളത്തെ ആവശ്യമാണ്. ഒരുപാട് വാർത്താ ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നതാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ പെരുമഴയത്ത് ഒരുപാട് കുട്ടികൾ ഈ വള്ളത്തിൽ കയറുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം ഉണ്ടായതിനു ശേഷം കുറെ ആനുകൂല്യങ്ങളും കുറെ ആദരാഞ്ജലികളും ഒന്നും പറഞ്ഞിട്ടോ ഹാഷ്ടാഗുകളും ഒന്നും ഇട്ടിട്ട് ഒരു കാര്യവുമില്ല. അതിന് മുൻപേ ചെയ്യേണ്ടത് കൃത്യമായി ചെയ്ത് അവരുടെ ജീവൻ സംരക്ഷിച്ചാൽ മാത്രമേ അവർ ഈ ഒരു വികസനത്തിന്റെ കാര്യമില്ല, വികസനമൊക്കെ വലിയ രീതിയിൽ ഉച്ചത്തിൽ വിളിച്ച് പറയുന്നവരോട് കൂടിയാണ് പറയുന്നത്. അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ വികസനം ഉണ്ടാവുകയുള്ളൂ. ഈ കുഞ്ഞുങ്ങളുടെ ജീവനെങ്കിലും കണക്കിലെടുത്തുകൊണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഈ സ്ഥലത്തിന്റെ പേര് ഒന്നുകൂടെ പറയാമോ? ചെറുതന പഞ്ചായത്ത് പാണ്ടി, കാർത്തിപ്പള്ളി താലൂക്ക്. അതിന്റെ ഇത് കുട്ടനാടല്ല, അപ്പർ കുട്ടനാടാണ്. അപ്പൊ നമ്മൾ ഇത് കുട്ടനാട് തന്നെയാണ് വിടുന്നത്. എപ്പോഴും വെള്ളത്താൽ ചുറ്റപ്പെട്ട, നമുക്ക് കൃഷി ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് അറിയുന്നില്ല. കൃഷി ഇല്ലാത്തപ്പോ നമ്മുടെ 4 വശവും വെള്ളമാണ്. അങ്ങനെ ബുദ്ധിമുട്ടിലാണ് കുഞ്ഞുങ്ങൾ സ്കൂളുകളിലൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് പാലം വേണമെന്നാണ് ഇപ്പൊ ആവശ്യം? ഞങ്ങൾക്ക് അത്യാവശ്യം ഈ പാലമാണ് വേണം. ഇതിലാണ് ഞങ്ങൾക്ക് പോകാനാണെങ്കിൽ ആയാപറമ്പ് ചെക്കിടിക്കടപ്പുറം
ആയാപറമ്പ് ചെക്കിക്കാട് പാലമാണ് ഞങ്ങൾ പാലമാണ് വേണ്ടത്. വേണ്ടത്. അത് വന്നാൽ ഈ കുഞ്ഞുങ്ങൾക്ക് പോകാനും വരാനും എളുപ്പമാണ്. എളുപ്പമാണ്. ഡിഗ്രിക്കും IT നമ്മുടെ ITIക്ക് പോകാനും എല്ലാ സൗകര്യം ഇവിടെ തന്നെയാണ്. നമുക്ക് സെന്റ് അലോഷ്യസ് കോളേജ്, പിന്നെ IT, പൾസ് IT, പിന്നെ അതുപോലെ തിരുവല്ല, ചങ്ങനാശ്ശേരി ഒക്കെ പോകാൻ നമുക്ക് എന്തുമാത്രം ഏറ്റവും ബന്ധിപ്പിക്കണം. ശരി, ഹരിപ്പാട് കുട്ടനാട് മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം പാലം കൂടിയാണ് ഇത് കൂടിയാണ് വന്നാൽ ഒത്തിരി ഉണ്ട്. നമുക്ക് എത്ര വർഷമായി നിങ്ങൾ ഇതിന്റെ പുറകെ നടക്കാൻ തുടങ്ങിയിട്ട്? വർഷങ്ങളായി. ഞാൻ ഇവിടെ വന്നിട്ട് തന്നെ ഇപ്പൊ 9-10 കൊല്ലമാകുന്നു. അതിനു മുന്നേ ഞാൻ ഇങ്ങോട്ട് കെട്ടിച്ചോണ്ട് വന്നയാ. അതിനു മുന്നേ തൊട്ടുള്ള എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഈ ഒരു പാലം എന്ന് പറയുന്നത്. അതിന് മുന്നേ ഉള്ള സ്വപ്നമാണ്. എത്ര വർഷം വരും ചേട്ടാ ഇത്? 83 തുടങ്ങിയത് ഹരിപ്പാട് ചെക്കിടിക്കാട് റോഡാണിത്. ഹരിപ്പാട് ചെക്കിടിക്കാട് റോഡിൽ 3 പാലമാണ് വേണ്ടത്. ഒന്ന് ആയാപറമ്പ് കടവ്, ഒന്ന് ആയാപറമ്പ് പാണ്ടി, ഇത് ആയാപറമ്പ് പാണ്ടി ചെക്കിടിക്കാട്. ഈ 3 പാലം ഉണ്ടെങ്കിൽ ഹരിപ്പാട് മണ്ഡലത്തെയും കുട്ടനാട് മണ്ഡലത്തെയും തമ്മിൽ ബന്ധിപ്പിക്കാം. പിന്നെ കൂടാതെ നമുക്ക് ഇവിടുന്ന് ഈ ആയാപറമ്പ് കടവിൽ നിന്ന് തന്നെ ഹരിപ്പാട് നിന്ന് തന്നെ ഈ പച്ചാലെത്തിയിട്ട് അവിടുന്ന് അമ്പലപ്പുഴ, ആലപ്പുഴ വഴി എറണാകുളത്തും തിരിച്ച് റൈറ്റിലോട്ട് പോവുകയാണെങ്കിൽ തിരുവല്ല വഴി കോട്ടയത്തും പോകാവുന്ന വലിയൊരു റോഡാണിത്. ഇത് 83 നമ്മുടെ അന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയാപറമ്പ് രാമേന്ദ്രൻ അദ്ദേഹമാണ് ഈ പ്രൊജക്ട് കൊണ്ടുവന്നത്. അപ്പൊ അദ്ദേഹത്തിന് ചെയ്യാവുന്ന അന്നത്തെ 5 വർഷമായിരുന്നു പുള്ളിക്കുള്ളത്. 5 വർഷത്തിനുള്ളിൽ പുള്ളി ചെയ്തതെന്ന് പറഞ്ഞാൽ പിന്നെ ആയാപറമ്പ് കടവിൽ നിന്നുള്ള റോഡ് ഈ വെട്ടുകൊളിഞ്ഞ വരെ ഏകദേശം അത് പിന്നെ മെറ്റില് വരെ അടിച്ച് റെഡിയാക്കിയെടുത്തു. അപ്പോഴത്തെ പുള്ളിയുടെ ടൈം കഴിഞ്ഞു. അതിനുശേഷം വന്ന് പഞ്ചായത്ത് അത് ടാറിട്ടു. അതിനുശേഷം പാണ്ടി റോഡ്, അതായത് വെട്ടുകൊളിഞ്ഞ നിപ്പം മുതൽ ഈ പള്ളി വരെയുള്ള റോഡ് ഏകദേശം ടാറിട്ടുണ്ട്. അവിടെ ഒരു 1 കിലോമീറ്റർ ആണ് ഇത്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ വളരെ അപകടം പിടിച്ച റോഡാണ് ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. കാരണം ഇത് പല സമയത്തും വേണ്ട ഈ കാണുന്ന പുല്ല് ഒരു കുട്ടി നിന്നാൽ കാണാൻ പറ്റാത്ത നിലയിലുള്ള പുല്ലായിരുന്നു ഇവിടെ. അത് ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഭയങ്കര പുല്ലായിരുന്നു. അത് പിന്നെ ഈ നാട്ടുകാരാണ് വെട്ടുന്നത്, അല്ലെ? നാട്ടുകാരാണ് വെട്ടി ചെറുതു അങ്ങനെയാണ് ചെയ്യുന്നത്. എങ്കിലും ആ റോഡിൽ കൂടെ ഇന്നും സൈക്കിളല്ല കുട്ടികൾ വരുന്നത് വളരെ അപകടമാണ്. ഏകദേശം ആ റോഡിന്റെ പിന്നെ പകുതിയോളം വെള്ളം ഇപ്പോഴും ഉണ്ട് അപ്പുറം ഇപ്പുറം. ഇവരുടെ പേരൻസിന് തന്നെ ഒരു പേടിയാണ് ഇതിലൂടെ ഈ കാട്ടിനകത്തൂടെ, ഈ പുല്ല് കയറിയ കാട്ടിനകത്തൂടെ പിള്ളേരെ വിടാൻ. പല പേരൻസും പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഈ പിള്ളേർ പോയിട്ട് തിരിച്ചു വരുന്നിടം അവർക്ക് ആദ്യമാണ്. കാരണം ഇവര് ഈ വെള്ളം പ്രത്യേകിച്ച് മഴ, വെള്ളപ്പൊക്ക സമയത്തൊക്കെ പറഞ്ഞാൽ ഇതൊക്കെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ വെള്ളം ഇവിടുന്ന് അക്കരെ ചെല്ലണമെങ്കിൽ അങ്ങോട്ട് വിടണം. അങ്ങോട്ട് വിട്ട് കയറിയാലേ വെള്ളം അക്കരെ ചെല്ലുമ്പോൾ അപ്പുറത്തെത്തുള്ളൂ, ഇല്ലേ ഇത് അങ്ങ് പോകും. അപ്പൊ അത്രയ്ക്ക് പേടിയാണ് അവർക്ക് എല്ലാവർക്കും, ഈ പേരൻസിന് എല്ലാവർക്കും. അപ്പൊ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ ഈ പാലം പറഞ്ഞില്ലേ 83 മുതലെന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് വർഷമായി. അന്ന് മുതൽ പറയുന്നത് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ഒരു നല്ലൊരു സുവർണവസരം 3 പാർട്ടിക്കുണ്ട്. 3 പാർട്ടിക്കുണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് KC വേണുഗോപാലാണ് ഇവിടുത്തെ MP. അദ്ദേഹം പ്രതിപക്ഷത്താണെങ്കിലും പിന്നെ കേന്ദ്ര ഫണ്ട് ഉപയോഗിച്ചൊരു പാലം പണിയാന്ന് പറഞ്ഞാൽ 35 കോടി കൂടുതലൊന്നും ഈ പാലത്തിന് വേണ്ടി വരുമെന്ന് എനിക്കറിയില്ല. 35 കോടി കേന്ദ്ര സർക്കാരിനെ സംബന്ധിച്ച് ഒന്നുമല്ല ചെയ്യാം, അവർക്ക് ചെയ്യാം. കോൺഗ്രസ്സുകാർ, ഇവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് വിചാരിച്ചാൽ. ഇനി അതല്ല BJPക്കാർ വിചാരിച്ചാൽ അവർക്ക് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആലപ്പുഴ തോറ്റാലും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവർ പ്രാദേശിക നേതൃത്വം BJP അവർക്ക് ഒരു ലെറ്റർ കൊടുക്കായിരുന്നു, ഒരു നിവേദനം കൊടുത്താൽ അവരത് സുരേഷ് ഗോപിക്ക് കൊടുത്താൽ അദ്ദേഹത്തിനും ചെയ്യാം ഈസി ആയിട്ട് ഒരു 35 കോടി. ഇനി CPMകാർ അവരെ അപ്പുറത്തൊരു പാലം ടെൻഡർ കഴിഞ്ഞ വർഷത്തെ ബഡ്ജറ്റിൽ 30 കോടി അനുവദിച്ച് കഴിഞ്ഞ ബഡ്ജറ്റിൽ 35 കോടിയാക്കിയത്. അവർ വിചാരിച്ചാൽ ആ 35 കോടി അനുവദിച്ചാൽ അവരുടെ പാലം പണിഞ്ഞാൽ അവിടുന്ന് വണ്ടി ഇവിടം വരെ വന്നാൽ പെട്ടെന്ന് ഇവിടുത്തെ പാലത്തിന്റെ ആവശ്യകത കൂടി വരും. ഈ കുട്ടികൾക്ക് അങ്ങോട്ട് വേണമെങ്കിലും പോയി ഇങ്ങോട്ട് വേണമെങ്കിലും വളരെ സൗകര്യം. ഈ 3 രാഷ്ട്രീയ പ്രസ്ഥാനം ഇപ്പൊ വിചാരിച്ചാൽ അവർക്ക് ചെയ്യാവുന്ന കാര്യമുള്ളൂ. നല്ല സുവർണ്ണ അവസരമാണിത്. പക്ഷെ 3 പേരും ശ്രമിക്കണം, അതിന്റെ പ്രാദേശിക നേതൃത്വം ശ്രമിക്കണം. അവിടെ അടിയൻ ഇവിടുന്ന് വേല പറ്റത്തുള്ളൂ, അല്ലാണ്ട് നമ്മൾ മണ്ഡലമോ അല്ലെങ്കിൽ ജില്ല ഒന്നും അല്ല കൊടുക്കേണ്ടത്. ഇങ്ങനെ ചെയ്യാമെങ്കിൽ ഈ റോഡ് വളരെ ഈസി ആയിട്ട് ഈ പാലം 3 പാലം ഞാൻ പറയില്ലേ, ആ 3 പാലത്ത് ഈ പാലം സെൻട്രൽ ഗവൺമെന്റ് ഫണ്ടിൽ ഉൾപ്പെടുത്തി ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ സ്റ്റേറ്റ് ഗവൺമെന്റ് ഒറ്റ പാലമുള്ളൂ 30 കോടി 35 കോടി അവർ അത് കൊടുക്കും. ബഡ്ജറ്റ് വന്നാൽ എന്തായാലും നടക്കുമല്ലോ, ഇച്ചിരി താമസം വന്നാലും നടക്കും. ഇത് അവർക്ക് ഇപ്പൊ ചെയ്യാവുന്ന കാര്യമുള്ളൂ. അത് ഞാൻ ഈ മെമ്പറിന്റെ പ്രസ്ഥാനം ഉൾപ്പെടെയുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. എല്ലാവരുടെയും പിള്ളേരുടെ കാത്തിരിക്കുകയാണ് കടത്ത് വരാനായിട്ട് ഈ മഴയത്തും. സത്യത്തിൽ നമുക്കും വളരെ ആശങ്ക തോന്നുന്നുണ്ട്. കാരണം നല്ല മഴയൊക്കെ പെയ്യുമ്പോൾ ഈ വെള്ളം കൂടും, കുട്ടികളുടെ ജീവൻ അപകടത്തിലാവുമോ എന്നൊക്കെ ഉള്ളൊരു ഭയവും ആശങ്കയും ഞങ്ങൾക്കുണ്ട്. നല്ല മഴയാണ്. എന്തായാലും ഈ ഒരു പാലത്തിന് ഇതൊരു ആവശ്യം തന്നെയാണ്. ഇതൊരു അതായത് വികസനം എന്ന് പറയുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളതിന്റെ ഒരു ചോദ്യം കൂടിയുണ്ട്. ആ ചോദ്യം ഇവിടെ നിന്ന് തന്നെ ആരംഭിക്കാം എന്ന് തോന്നുന്നു. കാരണം KC വേണുഗോപാൽ ആയാലും
ഇപ്പൊ ആലപ്പുഴയ്ക്ക് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന ശോഭാ സുരേന്ദ്രൻ ആയാലും ഒക്കെ ഒന്ന് കണ്ണു തുറന്ന് ഇത് കാണണം. ഇത് ഒരുപാട് അമ്മമാരുടെ വേദനയാണ്, ഒരുപാട് കുഞ്ഞുങ്ങളുടെ ആവശ്യം കൂടിയാണ്. അവരുടെ വിദ്യാഭ്യാസത്തിനായി അവർക്ക് എത്തണമെങ്കിൽ ഈ കടത്ത് കടക്കണം എന്നുള്ളതാണ്. അവരുടെ കയ്യിൽ നിന്ന് തന്നെ പണം ചിലവാക്കി പോകേണ്ട ഒരു അവസ്ഥയുണ്ട്. അവർക്ക് പഞ്ചായത്തിനായാലും ഒക്കെ ഒരു പരിധിയുണ്ട് പണം ചിലവാക്കുന്നതിൽ. എന്തായാലും ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാവും എന്ന് തന്നെയാണ് ഞങ്ങളും പ്രതീക്ഷിക്കുന്നത്. ഉണ്ടാവട്ടെ. കാരണം ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. അവരുടെ ജീവനാണ് ഈ അക്കരെ എത്തുന്നവരുടെ അവരുടെ ഭയവും പേടിയും ഒക്കെ അതുപോലെ തന്നെ അവരിൽ ഉണ്ടാകും എന്ന് നമുക്ക് അറിയാൻ കഴിയും. നമ്മളോട് പറഞ്ഞവരും ഒക്കെ അങ്ങനെ തന്നെയാണ്. ചേട്ടൻ ഈ മഴ കുട്ടികളെ വിളിക്കാൻ പോകുന്നതാണോ? ഈ മഴയൊക്കെ വരുമ്പോ എങ്ങനെയാ? പോകുമ്പോഴും ഇറക്കണം വെള്ളം. അടുത്ത് ഇറക്കണം. ഒരുപാട് കുട്ടികളെ കയറ്റാറുണ്ടോ അതോ? ഇല്ല ഇല്ല, 10-12 പേരെ വെച്ച്. 12 പേര് മാത്രം ഒരു ട്രിപ്പ്? അതെ. അങ്ങനെ എത്ര ട്രിപ്പ് ഉണ്ടാവും വൈകിട്ട് രാവിലെ? 3-4 ട്രിപ്പ് കാണും. 3-4 ട്രിപ്പാണ്. വലിയ ഇപ്പൊ ആള് കുറവാണ്. ചേട്ടാ ഒന്ന് കയറിക്കോട്ടെ. മെമ്പറും കയറിയാണ്, നമ്മുടെ രാധാകൃഷ്ണൻ ചേട്ടനും കയറിയാണ്. എന്തായാലും നമുക്കും ഒന്ന് യാത്ര ചെയ്തിട്ട് വരാം. അതായത് അതും കൂടെ കാണണമല്ലോ, ഈ വെള്ളം പോകുന്നതിന്റെ ഒരു അവസ്ഥയും ഒക്കെ നമുക്ക് കാണണമല്ലോ. മെമ്പറെ, ഈ ഒരു സമയത്ത് എന്താ തോന്നുന്നത് മെമ്പറിന്? നാളെ മെമ്പറിന്റെ കുഞ്ഞുമക്കളൊക്കെ വലുതായി വരെയല്ലേ? അടുത്ത 5ാം ക്ലാസ്സിലോട്ടാ. ഇനി അടുത്ത് പോകണ്ട, അപ്പുറത്തേക്ക് പോണം. പിന്നെ സംശയമുണ്ടോ? ഇവിടെ പേടിയെന്ന് പറയും, പോയിട്ട് തിരിച്ചു വരുന്ന വരെയാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം ഒരു പേരൻസ് സംസാരിച്ചാണ്, മക്കൾ പോയിട്ട് തിരിച്ചു വരുന്ന പറഞ്ഞ ആദ്യമാണ്. ഈ പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം വെക്കുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ വെച്ചാലേ തുഴഞ്ഞ് അപ്പുറത്ത് വരുള്ളൂ. ഇല്ലെങ്കിൽ നേരെ വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം അങ്ങ് പോകും. ഒഴുക്ക് ഭയങ്കര ഒഴുക്കാണ്. ആ ഒഴുക്കിനെതിരെയാണ് ഇത്രയും ഇവര് ഈ പിള്ളേരെയും കൊണ്ടുവരുന്നത്. പിന്നെ പിള്ളേര് എന്ന് പറഞ്ഞാൽ വളരെ 5-9 വയസ്സുള്ള പിള്ളേർ പോലും ഇവിടെ പോകുന്നത്. 9 വയസ്സുള്ള അത് പോകുന്നുണ്ട്. ഇതുവഴിയല്ല പോകുന്നത്. അവരവരുടെ പേരൻസ് ഇവിടെ കൊണ്ടുവന്ന് വിടുവിടുന്ന ഓട്ടോ കയറ്റി അങ്ങ് വിടും. അവര് ജോർജിയൻ സ്കൂൾ എന്ന് പറയും. നമ്മുടെ 9 വയസ്സ് പ്രായമുള്ള കുഞ്ഞുങ്ങളൊക്കെ പോകുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് അമ്മമാരുടെയൊക്കെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അമ്മമാരുടെ ആയാലും അച്ഛന്മാരുടെ ആയാലും ഒക്കെ അവരുടെ ഒരു മാനസികാവസ്ഥ, അതായത് ഇതിന്റെ അകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഭയം തോന്നുന്നുണ്ട്. ഇതിങ്ങനെ ആടി ഉലയുമ്പോഴൊക്കെ നമുക്ക് തന്നെ ഭയം തോന്നുന്നുണ്ട്. അപ്പൊ പിന്നെ ഈ കുഞ്ഞു മക്കളുടെയൊക്കെ ഒരു അവസ്ഥ, അവരുടെ രക്ഷിതാക്കളുടെയൊക്കെ ഒരു അവസ്ഥ വല്ലാത്ത ഭയം തന്നെയാണ്. എന്തായാലും രാധാകൃഷ്ണൻ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ 3 പാർട്ടിക്കാരും ഒരുപോലെ മനസ്സുകൊണ്ട് വിചാരിക്കണം. എങ്കിൽ മാത്രമേ ഇവിടെ രാഷ്ട്രീയം മറന്നുകൊണ്ട് ഒത്തൊരുമിച്ച് അതിനുള്ള സുവർണാവസരമാണ് ഇപ്പൊ കാരണം KC വേണുപോലും സുരേഷ് ഗോപി, ശോഭാ സുരേന്ദ്രൻ, അതുപോലെ അടുത്ത വർഷം ഭരണപക്ഷിയാണ്. അവർക്ക് ഈസിയായിട്ട് ചെയ്യാം. ഒരു പാലത്തിന് ഫണ്ട് കൊടുത്താൽ മതി. ഫണ്ട് ബഡ്ജറ്റിൽ അനുവദിച്ച ഫണ്ട് കൊടുത്താൽ പാണ്ടിപ്പാലം ഈസി ആയിട്ട് വരും. 15 കോടിക്ക് പാണ്ടിപ്പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് പറ്റിയ പാലം. കാരണം ഇവിടെ വരെ റോഡാണ്, ഇവിടെ വരെ വണ്ടി വരുന്നുണ്ട്. ഇവിടെ വരെ വണ്ടി വരുന്നുണ്ട്. ഇങ്ങോട്ട് നീങ്ങാനേ ഉള്ളൂ. പാലം വരുമ്പോൾ അങ്ങോട്ടേ വരത്തുള്ളൂ. അവിടെ വരെ വണ്ടി ഇപ്പം ഞങ്ങൾ പലപ്പോഴും കണ്ടുണ്ട്. വലിയ ഏസ് പോലുള്ള വണ്ടി വരെ വരുന്നുണ്ട്. ആ വണ്ടി വരെ ഇപ്പുറത്ത് വരുന്നുണ്ടെങ്കിൽ പാണ്ടി പാലം വന്നു കഴിഞ്ഞാൽ ഇവിടെ പാലം വന്നേ പറ്റൂ. അതിനകത്ത് വേറെ ഒരു അപ്പീലും ഇല്ല, അത് വന്നേ പറ്റൂ. ഒരുപാട് നാളൊന്നും ഇവർക്ക് ഇങ്ങനെ വലിച്ചു നീട്ടാൻ പറ്റില്ല. പക്ഷെ 35 വർഷം പോയി വലിച്ചു നീട്ടി 35-36 വർഷം പോയി. അതെ, ഇടതുകാലത്തെ വലതുപക്ഷങ്ങൾ. കാരണം BJP ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. പഞ്ചായത്താണെങ്കിലും ശരി, അസംബ്ലിയാണെങ്കിലും ശരി, സ്റ്റേറ്റാണെങ്കിലും ശരി, ഇവരെല്ലാം 2 രൂപ ഭരിച്ചത്. കുട്ടികൾ കുറവാണോ? വേണ്ട, നമ്മളിറങ്ങണോ? ഇവര് പോയായിരുന്നു. ആരെന്നല്ലേ പോയി. പിന്നെ നിങ്ങളൊന്നും വരുന്നില്ലേ? ഓ ഇവർ നിങ്ങൾ ഇങ്ങോട്ട് വെക്കോ, ആരും ഒന്നും ചെയ്യില്ല, വെക്കോ. ഞങ്ങളെ സിനിമയിലെടുത്ത് ഫിൽറ്റർ ഉണ്ടെങ്കിൽ എടുത്താ മതിയെന്ന്.
വരുന്നുണ്ടോടാ വരുന്നുണ്ടോ? അപ്പൊ ഞാനും 5-6 പേരുണ്ട്. നിങ്ങൾക്കൊരു ത്രില്ലിംഗ് ആണോ അതോ ഭയമാണോ? പേടിയാ, വള്ളത്തിരിക്കാൻ പേടിയാ. ഇങ്ങോട്ടാക്കട, എന്തിനാ നാണം നിനക്ക്? പേടിയുണ്ടടാ? ചെറുതായിട്ട് നല്ല പേടിയുണ്ട്. ഭയങ്കര പേടിയാ. പാല് തരണമെന്നൊക്കെ ആഗ്രഹമില്ലേ? വർഷങ്ങളായിട്ടുള്ള ആഗ്രഹം. ഇടയ്ക്കുള്ള വരുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ഉറപ്പാണ്. എത്ര വർഷം വരെ നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്? ഞങ്ങൾ പോയിട്ട് എപ്പോഴും വരുമായിരിക്കും. പ്രതീക്ഷിക്കുന്നില്ല. നീയാണോ? പ്രതീക്ഷയില്ല അവര്. എനിക്ക് പ്രതീക്ഷയില്ല ഇവിടെ ഒരു പാല വരുമെന്ന്. അങ്ങനെയാണോ? അങ്ങനൊന്നും ഇല്ല. വന്നാ കൊള്ളാം. വന്നാ കൊള്ളാം. വന്നാ നന്നായിരിക്കും.